1912 ഒരു ജൂൺ മാസത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിയ ടൈറ്റാനിക് എന്ന് പറയുന്ന ആഡംബര കപ്പലുണ്ട്. ആ കപ്പൽ ഒരു വലിയ മഞ്ഞുമലയിൽ പോയിടിച്ച് അതിൽ മുങ്ങി. അതിലുണ്ടായിരുന്ന 12,000 ചില്ലാനം ആളുകളിൽ 1500ഓളം ആളുകൾ മരണപ്പെടുകയുണ്ടായി. അങ്ങനെ അത് എല്ലാ സംവിധാനവുമായിട്ടാണ് അവർ പോയത്. അത് കഴിഞ്ഞ് 2023 ഇപ്പൊ 25 ആയിട്ടുള്ളൂ. 2023 5 കോടീശ്വരന്മാർ 2023 അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഏപ്രിൽ മാസത്തിൽ അവരവരുടെ യാത്ര പുറപ്പെടുകയാണ്. 5 കോടീശ്വരന്മാർ അവർ അന്തർവാഹിനിയിൽ അവർ ഇതിന്റെ അവശിഷ്ടങ്ങളും മറ്റും അന്വേഷിക്കാൻ വേണ്ടി ഈ താഴേക്ക് സഞ്ചരിച്ചു. ഈ സമുദ്രത്തിലൂടെ താഴേക്ക് സഞ്ചരിച്ചു. ഈ 5 ആളുകളിൽ 2 ആളുകളുടെ ബ്രിട്ടീഷ് പൗരന്മാരുണ്ടായിരുന്നു. അങ്ങനെ പലരും ഉണ്ടായിരുന്നു. ഈ പാകിസ്ഥാനിലെ ഒരു ബ്രിട്ടീഷ് വ്യാപാരിയും അദ്ദേഹത്തിന്റെ മകനും ഉണ്ടായിരുന്നു. അവർ മുസ്ലിങ്ങളായിരുന്നു. ഒരാൾക്ക് ചെലവ് 2 കോടിയായിരുന്നു. 5 ആളുകൾ പോയപ്പോൾ അവർക്ക് 10 കോടിയാണ് ചെലവ്. നമ്മൾ ആലോചിക്കും, അവരങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ അവരുടെ ഈ പേടകം പൊട്ടിത്തെറിച്ച് അന്തർവാഹിനി അതിലേക്ക് സമ്മർദ്ദം കടന്നു വന്ന് അത് പൊട്ടിത്തെറിച്ച് ഈ ആളുകൾ അവിടെ വെച്ച് മരണപ്പെട്ടു. അവരുടെ അവശിഷ്ടം പോലും കണ്ടെത്താൻ കഴിയാത്ത വിധം തകർന്നടിഞ്ഞു പോയി. എത്രമാത്രം സംവിധാനം! 10 കോടിയുമായിട്ട് ഇങ്ങനെ ഒരു അന്തർവാഹിനിയിലൂടെ അതിന്റെ അടിയിലേക്ക് സഞ്ചരിച്ച ഈ വലിയ കോടീശ്വരന്മാർ അവര് ഒന്നുമല്ലാതായി പോകുമ്പോ ഖുർആൻ പറയുന്നു, നോക്കൂ, നമ്മളൊക്കെ ദുർബലന്മാരാണ്, നമ്മളൊക്കെ തന്നെയും ഒന്നിനും പോരാത്തവരാണ് എന്ന് ഖുർആൻ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുക. ഇത് മനുഷ്യന് മാത്രമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്തുണ നൽകാൻ, നമുക്ക് എല്ലാ നിലക്കും സഹായിക്കാൻ മറ്റുള്ളവരുടെ ആവശ്യമുണ്ട്. മറ്റുള്ളവരുടെ ഒരു പിൻബലം നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ ജീവജാലങ്ങൾക്ക് ഇത് വേണ്ട. ജീവജാലങ്ങൾക്ക് ഒരു പിന്തുണ കൊടുക്കാൻ, അവരെ ഒന്ന് താങ്ങാൻ. ഇപ്പൊ നമ്മളൊന്ന് ക്ഷീണിച്ചൊന്ന് കിടന്നാൽ, നന്നായിട്ടൊരു 4 പ്രാവശ്യം നമ്മുടെ വയറിളകി കഴിഞ്ഞാൽ, നന്നായിട്ടൊരു 4-5 പ്രാവശ്യം നമ്മൾ ഛർദ്ദിച്ചാൽ, നമ്മളൊരു ഭാഗത്ത് തളർന്നു കിടന്നു, നമ്മളെ എണീപ്പിക്കാൻ, നമ്മളെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ, നമുക്ക് ശുശ്രൂഷ നൽകാൻ, നമുക്ക് വേണ്ടതൊക്കെ നൽകാൻ ആളുകളുടെ ആവശ്യമുണ്ട്. എന്നാൽ ജന്തുലോകത്ത് ഈ ഒരു ആവശ്യം നമുക്ക് കാണാൻ കഴിയില്ല. അവരങ്ങനെ കിടന്നു കുറച്ച് മണിക്കൂറുകളോ ദിവസമോ കിടക്കുമ്പോഴത്തേന് അവർ സ്വയം പര്യാപ്തരായി എണീറ്റിട്ട് അവിടുന്ന് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ ദുർബലനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്കുള്ള ഏറ്റവും വലിയൊരു അത്താണി എന്ന് പറയുന്നത് ദുആയാണ്, നമ്മുടെ പ്രാർത്ഥനയാണ്. അള്ളാഹു നമ്മളോട് പറയുന്നത് എന്താണ്? വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അള്ളാഹു നമ്മളോട് പറയാം, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബലിൽ വരീദ്, നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ അടുത്താണ് അള്ളാഹു നിൽക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ തൊണ്ടയിൽ നിൽക്കുന്ന കണ്ടനാടി, അതിനേക്കാൾ അള്ളാഹു നമ്മളുമായിട്ട്, നമ്മുടെ കണ്ടനാടിയും തമ്മിൽ എത്രമാത്രം അടുപ്പമുണ്ടോ അതിനേക്കാൾ അടുപ്പം അള്ളാഹു ഒരു ദാസനുമായിട്ടുണ്ട് എന്നുള്ളത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഈ പ്രാർത്ഥന, അള്ളാഹു രാത്രിയുടെ 2/3 ഭാഗം പിന്നിടുമ്പോ 1-ാം ആകാശത്തേക്ക് കടന്നു വരും. നമ്മുടെ ദുആ എന്ന് പറയുന്നത് അർശുമായിട്ടുള്ള കണക്ഷനാണ്. 7-ാം ആകാശത്തുള്ള അള്ളാഹുവിന്റെ സിംഹാസനവുമായിട്ടുള്ള കണക്ഷനാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മളെല്ലാ സമയത്തും പ്രാർത്ഥിക്കുമ്പോൾ അർശുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. അർശിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാണ്. എന്നാൽ രാത്രിയുടെ 2/3 പിന്നിടുന്ന സമയത്ത് അള്ളാഹു സമാഉദ്ദുനിയയിലേക്ക് കടന്നു വരും. സമാഉദ്ദുനിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ആകാശമാണ്. മഹാന്മാരൊക്കെ പറഞ്ഞത് 1-ാമത്തെ ആകാശത്ത് നിന്ന് 2-ാമത്തെ ആകാശത്തേക്ക് 500 വർഷത്തെ യാത്രാ ദൂരമാണ്. അങ്ങനെ ഓരോ ആകാശവും 500 വർഷത്തെ യാത്രാ ദൂരം. 2/3 രാത്രി പിന്നിടുന്ന സമയത്ത് അള്ളാഹു ഈ സമാഉദ്ദുനിയയിലേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കും, ആരുണ്ട് എന്നോട് ചോദിക്കാൻ? ആരുണ്ട് ചോദിക്കാൻ? അവർക്ക് ഞാൻ ഉത്തരം കൊടുക്കും. ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ? ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ? ഞാൻ അവർക്ക് ഇതാ പാപമോചനം നൽകുമെന്ന്, അവരുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുമെന്ന് അള്ളാഹു നമ്മോട് പറയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല. അള്ളാഹു നമ്മളെ പരിഗണിക്കാനുള്ള ഏറ്റവും വലിയ മാനദണ്ഡം പ്രാർത്ഥനയാണ്. വിശുദ്ധ ഖുർആൻ ഒരായത്തിലൂടെ അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, ഖുൽ, പ്രവാചകരെ, മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, പ്രവാചകരെ പറഞ്ഞു കൊടുക്കണം, മാ യഅബഉ ബിക്കും, എന്ത് പരിഗണന നൽകാനാണ്, എന്ത് പരിഗണനയാണ് നിങ്ങളുടെ റബ്ബ് നൽകുക? റബ്ബി, എന്റെ റബ്ബന്റെ എന്ത് പരിഗണനയാണ് നൽകുക? ലൗലാ ദുആഉക്കും, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നെങ്കിൽ, നമ്മുടെ ദുആ ഇല്ലെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ പരിഗണിക്കുകയില്ല.
അള്ളാഹു നമ്മളുമായിട്ടൊരു ബന്ധം. ഇപ്പൊ നമ്മൾ ഒരാൾ വെള്ളത്തിലേക്ക് ഇങ്ങനെ മുങ്ങി എന്ന് വിചാരിക്കാം. വെള്ളത്തിൽ നീന്തുന്നതിൻ്റെ ഇടയിൽ ഒരാൾ ഒരു പുഴയിൽ ഒരു നദിയിൽ മുങ്ങുന്ന സമയത്ത് ആ കരയിൽ നിന്ന് ആരെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പിടിവള്ളി ഇട്ടുകൊടുത്താൽ അയാൾക്ക് അതിൽ പിടിച്ചൊരു പരിധി വരെ രക്ഷപ്പെടാൻ സാധിക്കും. അയാൾക്ക് ഈ ഒരു അപകടത്തിൽ നിന്ന് കരകയറാൻ കഴിയും. അതേ അവസരത്തിൽ ഒരു പിടിവള്ളിയും ഇല്ല, ആരുമില്ലെങ്കിൽ ആ മനുഷ്യൻ ആ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിക്കുകയാണ്. അപ്പൊ നമ്മൾ അള്ളാഹുമായിട്ട് പ്രാർത്ഥനയിലൂടെ ബന്ധം നിലനിർത്തിയാൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, നമുക്കൊരു പ്രയാസം വരുന്ന സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കാതെ തന്നെ അള്ളാഹു നമ്മളെ പരിഗണിക്കുമെന്നാണ് ഈ ആയത്തുകൾ നമ്മളെ തെര്യപ്പെടുത്തുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശൈഉൻ അക്റമു അലല്ലാഹി തആല മിനദ് ദുആ. അള്ളാഹുവിന്റെ അടുത്ത് ദുആയേക്കാൾ ആദരണീയമായ മറ്റൊരു കാര്യമില്ല. അള്ളാഹിന്റെ അടുത്ത് ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നായിട്ട് എണ്ണി പറഞ്ഞത് അത് ദുആയാണ്, അത് പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാലും ഒരു പരിധി വരെ നമ്മുടെ യാത്രയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യാത്രക്കാരന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ധാരാളം സന്ദർഭങ്ങൾ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജുമുഅ ദിവസം ഒരു പ്രത്യേക സമയമുണ്ട്, അന്ന് ആ പ്രാർത്ഥന ഒത്തുവന്നാൽ നമ്മൾ ചോദിച്ചതൊക്കെ കിട്ടും. അതേപോലെ തന്നെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള 10-15 മിനിറ്റ് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുണ്ട്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ, എങ്കിൽ ആ ഉത്തരം 10-15 മിനിറ്റിനിടയിൽ കിട്ടുമെങ്കിൽ ഞങ്ങൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സലിൽ ആഫിയ, നിങ്ങൾ ആഫിയത്തിനെ ചോദിക്കണം, നിങ്ങൾ ആരോഗ്യത്തെ ചോദിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ആഫിനി, പടച്ചവനെ എനിക്ക് നീ ആഫിയത്ത് നൽകണം. നമ്മൾ ആലോചിക്കൂ, നമ്മളിപ്പോ 5-ാം നിലയിലേക്ക് കയറി വന്നു, പള്ളിയിൽ വന്ന് അവിടുന്ന് ലിഫ്റ്റിൽ കയറി, ലിഫ്റ്റ് കയറാതെ കോണി കയറി വന്നവരുണ്ട്. ഇത് ആഫിയത്തുള്ളത് കൊണ്ടാണ്. അതേ അവസരം ഇതുപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത എത്രയെത്ര ആളുകളുണ്ട് നമ്മുടെയൊക്കെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നാട്ടിൽ. നടക്കാൻ കഴിയാത്തവർ, എണീക്കാൻ കഴിയാത്തവർ. ഇവിടെയാണ് നമ്മൾ നിരന്തരമായിട്ട് പറയണം അൽഹംദുലില്ലാഹ്. ഇതൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ ആഫിയത്ത് തന്ന അള്ളാഹുവിനോട് നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് ആ സ്തുതിവാക്യം ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ ഈ പ്രാർത്ഥനയുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മളെ തിരിച്ചിങ്ങോട്ട് ഓർക്കും. ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ പരിഗണിക്കുകയില്ല. ഒരു വലിയ മുതലാളി അദ്ദേഹത്തിന്റെ കെട്ടിടത്തിന്റെ 5-ാമത്തെ നിലയിൽ നിന്ന് അദ്ദേഹം അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ താഴെ ഒരു ജോലിക്കാരൻ ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ മുറ്റത്ത് ജോലി എടുക്കുകയാണ്. അപ്പോ ഈ 5-ാം നിലയിൽ നിന്ന് ഉറക്കെ ഈ ജോലിക്കാരനോട് എന്തോ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ എത്ര വിളിച്ചു പറഞ്ഞിട്ടും ഇദ്ദേഹം കേൾക്കുന്നില്ല. ഇദ്ദേഹം കേൾക്കാതെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇദ്ദേഹം അവിടേക്ക് ശ്രദ്ധിക്കുന്നില്ല, അത് കേൾക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ജോലിയിൽ ഇങ്ങനെ മുഴുകി. അങ്ങനെ കേൾക്കുന്നില്ലെന്ന് ബോധ്യമായപ്പോ ഈ മുതലാളി തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 50 രൂപ 5-ാമത്തെ നിലയിൽ നിന്ന് ഫ്ലോറിൽ നിന്ന് താഴേക്ക് ഇട്ടു. അതിങ്ങനെ അദ്ദേഹം നിൽക്കുന്നതിന്റെ കുറച്ചപ്പുറത്ത് വന്ന് വീണപ്പോൾ അദ്ദേഹം അത് എടുത്തു പോക്കറ്റിലേക്ക് ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം ഉടനെ തന്നെ ഒരു 100 രൂപ നോട്ടിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഒരു 200-ന്റെ നോട്ട്, അത് കഴിഞ്ഞ 500-ന്റെ നോട്ടിട്ട്. ഇതൊക്കെ വന്ന് വീണപ്പോൾ അദ്ദേഹം ഇങ്ങനെ എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടു. പക്ഷെ എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ള ഈ മുകളിൽ നിന്ന് ആരെങ്കിലും ഇടുന്നതാണോ വീഴുന്നതാണോ എന്നൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. മുകളിലേക്ക് നോക്കുന്നില്ല, ഇതിങ്ങനെ പോക്കറ്റിലിടുന്നു. അങ്ങനെ ഈ മുതലാളി എന്ത് ചെയ്തു, അടുത്ത സ്റ്റേജിൽ ഒരു ചെറിയ മെറ്റൽ കല്ലെടുത്ത് ഈ ജോലിക്കാരന്റെ തലയിലേക്ക് എറിഞ്ഞു. നല്ല വേദനയോടുകൂടി തലയിലേക്ക് വീണപ്പോ വേദന കൊണ്ട് പുളഞ്ഞിട്ട് അദ്ദേഹം മുകളിലേക്ക് നോക്കി. അപ്പോഴാണ് അദ്ദേഹം മുകളിലേക്ക് നോക്കുന്നത്. എന്നിട്ടാണ് അദ്ദേഹം മുകളിലേക്ക് നോക്കി കരയുകയാണ്. നമ്മൾ ആലോചിക്കൂ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രയോ മനുഷ്യരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആവോളം കിട്ടിയ മനുഷ്യർ, അള്ളാഹു കൊടുത്ത റിസ്ക്, അള്ളാഹു കൊടുത്ത സമ്പത്ത്, അള്ളാഹു കൊടുത്ത ഉപജീവനം, ഇതൊക്കെ കിട്ടി, ഇതൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോഴും അള്ളാഹുവിലേക്കൊന്ന് കൈ ഉയർത്താൻ, അവനിലേക്കൊന്ന് പ്രാർത്ഥിക്കാൻ, അവനിലേക്കൊന്ന് വിളിക്കാൻ കഴിയാത്ത ധാരാളക്കണക്കിന് മനുഷ്യന്മാർ. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇദ്ദേഹത്തിനൊരു വലിയ അസുഖം വന്നു. ഡിസ്കിന് വലിയൊരു തകരാറ് വന്നു, എണീക്കാൻ പറ്റുന്നില്ല. കാൽമുട്ടിനൊരു വേദന വന്നു, നടക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് ഈ മനുഷ്യൻ കണ്ണു തുറന്നിട്ട് കൈകൾ ഉയർത്തുന്നത്, അള്ളാഹുലേക്ക് സങ്കടങ്ങൾ പറയുന്നത്. അപ്പോഴാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ആലോചിക്കൂ, നമുക്ക് സുഖം കിട്ടുന്ന സന്ദർഭങ്ങളിൽ, അള്ളാഹിന്റെ നിഅമത്ത് കിട്ടുമ്പോഴാണ് നമ്മൾ അള്ളാഹുലേക്ക് കണ്ണുകൾ ഉയരേണ്ടത്, നമ്മുടെ കൈകൾ ഉയരേണ്ടത്. നിഅമത്തിന്റെ സമയത്ത് നിരന്തരമായിട്ട് ഇത് ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കുറച്ച് പാവപ്പെട്ട സഹാബിവര്യന്മാർ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാ കാര്യവും, പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങളെക്കാൾ സമ്പന്നരായ ആളുകൾ അവർ കൂടുതൽ കൂലി പ്രതിഫലം കൊണ്ടുപോവുക. ഞങ്ങൾക്ക് സക്കാത്തോ സ്വതക്കോ ദാനധർമ്മമോ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. കാര്യം ഞങ്ങൾക്ക് സമ്പത്തില്ലാത്തത് കൊണ്ടാണ്.
ഞങ്ങളുടെ ദാരിദ്ര്യാവസ്ഥയാണ്. അവർ ആ പുണ്യങ്ങളൊക്കെ ഞങ്ങളെക്കാൾ കൂടുതൽ കൊണ്ടുപോകുന്നു. ഈ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂടെ എത്താൻ ഇവരോട് പറഞ്ഞു കൊടുത്തത് എന്താണ്? നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലുക, നിങ്ങൾ അൽഹംദുലില്ലാഹ് ചൊല്ലുക, അല്ലാഹു അക്ബർ ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. ഈ ദിക്റുകൾ, ഈ പ്രാർത്ഥനകൾ അവരുടെ കൂടെ എത്താൻ നിങ്ങൾക്ക് അത് കാരണമാകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ നമുക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നിടത്ത് അള്ളാഹുവിന്റെ ഒരു പിടുത്തം, അള്ളാഹുവിന്റെ ഒരു പിന്തുണ നമുക്ക് കിട്ടുന്നിടത്ത് നമ്മൾ നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ദുആ എന്ന് പറയുന്നത്. അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ എന്ന് പറഞ്ഞാൽ അതൊരു ഇബാദത്താണ്, അതൊരു ആരാധനയാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബു ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി യദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുകയാണ്, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, യദ്ഊനി, നിങ്ങൾ എന്നെയാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, എന്നോടാണ് നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, തീർച്ചയായും എന്നോട് ഇബാദത്ത് ചെയ്യുന്നിടത്ത് ആരെങ്കിലും അഹങ്കാരം നടിക്കുകയാണെങ്കിൽ യദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായിട്ട് അവർ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അപ്പൊ അള്ളാഹുവിന്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഇബാദത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾക്ക് അവരെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അവര് കിബറുള്ളവരാണ്, അവർ അഹങ്കാരമുള്ളവരാണ്. നമ്മളെ സൃഷ്ടിച്ച യജമാനന്, നമ്മുടെ റബ്ബിന്, ആ റബ്ബുമായിട്ടുള്ള ബന്ധത്തിൽ അവരോട് നമ്മൾ നടത്തുന്ന ദുആയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾ അവരാണ് അഹങ്കാരികളും ധിക്കാരികളും എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരാം. നമുക്ക് കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ചരിത്രത്തിൽ അസംഭവ്യമെന്ന് പറഞ്ഞ പല സംഗതികളും സംഭവിച്ച ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും സംഭവിക്കില്ലെന്ന് പറഞ്ഞത് സംഭവിച്ച ചരിത്രം പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയിലൂടെ ഉത്തരം കിട്ടി. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഈ കടലിന്റെ മുന്നിലാണ് അകപ്പെട്ടത്. തൊട്ടു പിന്നിലാണ് ഫിറഔനും സൈന്യവും വരുന്നത്. കൂടെയുള്ള മുഴുവൻ ആളുകളും ഉറപ്പിച്ചു പറഞ്ഞു, അവർ തറപ്പിച്ചു പറഞ്ഞു, മൂസ, ഇനി ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, നമ്മൾ ഇവിടെ വെച്ച് ഈ കടലിൽ മുങ്ങി അമർന്നു പോകും. ഈ സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കും, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സർവ്വ ഊർജവും സംഭരിച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനക്ക് ഉത്തരം ആ സന്ദർഭത്തിൽ കിട്ടി. ആ സന്ദർഭത്തിൽ അവിടെ വെച്ച്, ആ സ്പോട്ടിൽ വെച്ച് കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൃഢമായ ഉറപ്പോടുകൂടി ഉത്തരം കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹു എനിക്കത് നൽകുമെന്നൊരു ആത്മാ നിർവൃതിയോടുകൂടി പ്രാർത്ഥിക്കണം. മഹാന്മാർ പറഞ്ഞു, അന്ന ദുആ ഫീഹി അത്തവറഉ ഇലല്ലാഹ് വയൽഹാറു ളുഅഫി വൽഹാജത്തു ഇലൈഹി സുബ്ഹാനഹു വതആല. ദുആ എന്ന് പറഞ്ഞാൽ അത് താഴ്മയോടുകൂടിയായിരിക്കണം, വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കണം. ഇലല്ലാഹ്, അള്ളാഹുലേക്ക്. വയൽഹാറു ളുഅഫ്, എന്താണ് പ്രാർത്ഥന? നമ്മുടെ ബലഹീനതയും ദുർബലതയും അള്ളാഹുവിന്റെ മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട്, വൽഹാജത്തു ഇലൈഹി സുബ്ഹാനഹു വതആല, ഉന്നതനും മഹാനുമായിട്ടുള്ള പരിശുദ്ധനുമായിട്ടുള്ള അള്ളാഹുലേക്ക് എല്ലാ ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, ചരിത്രത്തിൽ ഉത്തരം കിട്ടിയ ധാരാളക്കണക്കിന് പ്രാർത്ഥനകളുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബ വനിത ഹൗല ബിൻത് സഅലബ, അവരുടെ ഭർത്താവ് ഔസ് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇവര് വളരെ സ്നേഹത്തിലായിരുന്നു, നന്നായിട്ട് ജീവിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്നൊരു ദേഷ്യം വന്നപ്പോ ഈ ഭർത്താവ് ഔസ് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ഹൗലയോട് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അൻതി അലാക ലഹരി ഉമ്മി, നീ എൻ്റെ ഉമ്മയുടെ മുതുക് പോലെയാണ്. ജാഹിലിയൻ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വർത്തമാനം ഉണ്ടായിരുന്നു. ദേഷ്യം വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ, ഭാര്യയുമായിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തക്കേട് വരുമ്പോൾ, നീ എൻ്റെ ഉമ്മയുടെ മുതുക് പോലെയാണ് എന്നുള്ളൊരു വാചകം അവർ പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ എൻ്റെ ഉമ്മയെ പോലെയാണ്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ മറ്റുള്ള ശാരീരിക ബന്ധങ്ങളിൽ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ്. അങ്ങനെ പെട്ടെന്നൊരു ദേഷ്യം വന്ന സമയത്ത് ഔസ് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ഹൗല ബിൻത് സഅലബയോട് റളിയല്ലാഹു അൻഹയോട് ഈ വിഷയം പറഞ്ഞപ്പോൾ വളരെ സങ്കടമായിപ്പോയി. ഇവര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. എന്നിട്ട് നബിയോട് ഇങ്ങനെ വേവലാതി പറഞ്ഞു, എൻ്റെ ഭർത്താവും ഞാനും തമ്മിൽ നല്ല ബന്ധമാണ്, നല്ല സ്നേഹബന്ധമാണ്, നല്ല ദാമ്പത്യമാണ്, കുടുംബജീവിതമാണ്. പക്ഷെ അദ്ദേഹം പെട്ടെന്നൊരു പൈശാചിക നിമിഷത്തിൽ ദേഷ്യം പിടിച്ചപ്പോ പറഞ്ഞുപോയി, പ്രവാചകരെ, എന്താണ് പരിഹാരം?
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടുന്നില്ല. പ്രവാചകൻ പറഞ്ഞു, എനിക്കിപ്പോ ഇതിൽ ഇടപെടാൻ കഴിയില്ല, പരിഹാരത്തിന് എനിക്ക് അള്ളാഹുവിന്റെ വഹി കിട്ടണം. ജാഹിലിയത്തിൽ കാലത്തുണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു, നീ എൻ്റെ ഉമ്മയുടെ മുതുക് പോലെയാണെന്ന് പറഞ്ഞാൽ പിന്നെ അവരുമായിട്ടുള്ള അത്തരം ബന്ധങ്ങളൊക്കെ മാറ്റി നിർത്തുക എന്നത് ജാഹിലിയൻ സംസ്കാരമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വഹി കിട്ടിയെങ്കിലേ പറയാൻ കഴിയൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഈ സന്ദർഭത്തിൽ അവര് ആയിഷ ബിബിയുടെ റളിയല്ലാഹുവിന്റെ വീട്ടിൽ നബി ഇരിക്കുമ്പോഴാണ് ഈ വിഷയമായി വരുന്നത്. ആ സന്ദർഭത്തിൽ അവർ ഈ ഹൗല റളിയല്ലാഹു അൻഹ പെട്ടെന്ന് വുളുവെടുത്ത് കഅബയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് അവർ ആവലാതി പ്രാർത്ഥിച്ചു. എന്താണ് അവർ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഇന്നി അഷ്കു ഇലൈക്, അല്ലാഹുവേ ഞാൻ എൻ്റെ പ്രയാസം പറയുകയാണ്, എൻ്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധം ഒരിക്കലും എനിക്ക് മാറ്റി നിർത്താൻ കഴിയില്ല, അതുകൊണ്ട് ഇതിനൊരു പരിഹാരം പറയണം, പോസിറ്റീവായിട്ട് അനുകൂലമായിട്ടൊരു പരിഹാരം പറയണം. ഉടനെ അള്ളാഹുവിന്റെ ആയത്തിറങ്ങി. അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ ആയത്തിറങ്ങി. നമ്മൾ ആലോചിക്കും, പെട്ടെന്നാണ് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിയത്. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ. നമുക്കറിയാം സൂറത്തുൽ മുജാദല ഒരു അധ്യായത്തിന്റെ പേരാണത്. ആ അധ്യായം, ആ മുജാദല എന്ന് പറഞ്ഞാൽ തർക്കിക്കുക എന്നാണ്. ആ തർക്കിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ തർക്കിച്ച അവരുടെ വാക്ക്, ആ തർക്കം അള്ളാഹു കേട്ടിരിക്കുന്നു. എന്നിട്ട് അതിന്റെ പരിഹാരം എന്ന ആയത്തിന്റെ അപ്പുറത്ത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ വരുന്നില്ല. പ്രാർത്ഥനക്കപ്പം തന്നെ ഉത്തരം കിട്ടി. രണ്ടാമത്തെ ഒരു സംഭവം, അബൂ സലമ റളിയല്ലാഹു അൻഹുവും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും അവര് ഭാര്യയും ഭർത്താവുമാണ്. അവര് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ, മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ ഇവർ രണ്ടുപേരും അവരുടെ കുഞ്ഞുമായിട്ട് സലമയുമായിട്ട് ഹിജ്റ പോകാൻ വേണ്ടി പുറപ്പെട്ടു. അവരുടെ മക്കയിൽ നിന്ന് കുറച്ച് ദൂരം എത്തുമ്പോൾ എവിടെ വെച്ച് ഈ രണ്ട് കുടുംബത്തിന്റെയും അബൂസലമയുടെയും ഉമ്മുസലമയുടെയും ഗോത്രക്കാർ വന്നു. എന്നിട്ട് അബൂസലമയുടെ ഗോത്രക്കാര് അവരുടെ കയ്യിൽ നിന്ന് ഈ സലമ എന്ന കുഞ്ഞിനെ പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോകാൻ പാടില്ല. ആദ്യം സംഭവിച്ചത് ഉമ്മുസലമയുടെ ഗോത്രക്കാര് ഉമ്മുസലമയെ പിടിച്ചു വെച്ചിട്ട് റളിയല്ലാഹുവിനെ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു അബൂസലമയോട്, ഞങ്ങളുടെ പെണ്ണിനെയും കൊണ്ട്, ഞങ്ങളുടെ കുട്ടിയെയും കൊണ്ട്, ഞങ്ങളുടെ സഹോദരിയെയും കൊണ്ട് മക്ക വിട്ട് മദീനത്തേക്ക് പോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അബൂസലമയുടെ മുമ്പിൽ റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഇത് പറയാം. ഈ സമയത്ത് അബൂസലമ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരായിട്ടുള്ള ഗോത്രക്കാര് അവരുടെ കുഞ്ഞിനെ പിടിച്ചു വാങ്ങി. ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് തരില്ല. അങ്ങനെ ചരിത്രത്തിൽ കാണാൻ കഴിയും, അബൂസലമ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് ഹിജ്റ പോകണം, ഒറ്റക്ക് ഹിജ്റ പോയി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ അവരുടെ ഗോത്രക്കാർ കൊണ്ടുപോയി. ഇവരുടെ കുട്ടിയെ അബൂസലമ റളിയല്ലാഹുവിന്റെ ഗോത്രക്കാരും കൊണ്ടുപോയി. അങ്ങനെ അബൂസലമ റളിയല്ലാഹു അൻഹു മദീനയിൽ പോയിട്ട് സങ്കടത്തോടു കൂടി ജീവിക്കുന്നു. ഉമ്മു സലമ റളിയല്ലാഹുവിന്റെ കുഞ്ഞിനെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ അവരുടെ കുടുംബത്തിൽ ജീവിക്കുന്നു. വല്ലാത്തൊരു പരീക്ഷണമായിരുന്നു അത്. അങ്ങനെ അവസാനം ഇവർ കരഞ്ഞ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു വർഷത്തോളം കരഞ്ഞിരുന്നു. അവസാനം ചില ആളുകൾ ഇടപെട്ട് അവരെയും കുഞ്ഞിനെയും മദീനത്തേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ മദീനയിൽ വന്നു. നമുക്കറിയാം ഹിജ്റയുടെ ചരിത്രത്തിൽ ഹിജ്റ 3-ാം വർഷമോ മറ്റോ നടന്ന ഉഹുദ് യുദ്ധത്തിൽ അബൂസലമ റളിയല്ലാഹു അൻഹുവിന് ശക്തമായ പരിക്ക് പറ്റി. ആ പരിക്ക് പറ്റി കുറെ കിടന്ന അദ്ദേഹം മരണപ്പെടുകയാണ്. അങ്ങനെ ഒരു ദിവസം ഇവർ പരസ്പരം, അദ്ദേഹം ഇങ്ങനെ രോഗാവസ്ഥയിൽ ഇങ്ങനെ ഈ പരിക്കൊക്കെ പറ്റി കിടക്കുന്ന സമയത്ത് അവർ പരസ്പരം സൗഹൃദപരമായിട്ട് പറഞ്ഞു. ഈ അബൂസലമ റളിയല്ലാഹു അൻഹു ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഞാൻ മരണപ്പെട്ടാൽ നീ പിന്നീട് വിവാഹം കഴിക്കുമോ? കഴിക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ഉമ്മു സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം വിട്ടിട്ട് മറ്റൊരു വിവാഹം നിങ്ങൾ മരിച്ചാലും ഞാൻ കഴിക്കൂല. അപ്പൊ തിരിച്ച് അങ്ങോട്ട് ചോദിക്കും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഞാൻ മരിക്കുകയാണെങ്കിൽ ആദ്യം മരിച്ചാൽ നിങ്ങൾ വിവാഹം കഴിക്കും? അബൂസലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും വിവാഹം കഴിക്കില്ല. അങ്ങനെ ഈ യുദ്ധത്തിൽ പരിക്ക് മൂർച്ഛിച്ച് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അബൂസലമ റളിയല്ലാഹു അൻഹു ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഞാൻ മരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്, എൻ്റെ പരിക്ക് അത്രയും ഗുരുതരാവസ്ഥയിലാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം നിന്നോട് പറയുന്നു, ഞാൻ മരണപ്പെട്ടാൽ നീ നിർബന്ധമായിട്ടും വിവാഹം കഴിക്കണം. കാരണം നമ്മുടെ മക്കളൊക്കെ അനാഥരായി പോകും, അവരൊക്കെ വല്ലാതെ ആധാരമായി പോവും. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ നീ വിവാഹം കഴിക്കണമെന്ന് അവിടെ നിന്നും അബൂസലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ ചരിത്രത്തിൽ കാണാം, അബൂസലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സന്ദർഭത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ പ്രാർത്ഥനയുണ്ട്. ദുആ ഉമ്മു സലമത്ത റളിയല്ലാഹു അൻഹ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പ്രാർത്ഥിച്ചിട്ട് അവർ പിന്നെ പ്രാർത്ഥിച്ചത് എന്താണ്? അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി, പടച്ചവനെ എൻ്റെ ഭർത്താവിന്റെ വേർപാട് കൊണ്ടുണ്ടായ മുസീബത്തിനെ, പ്രയാസത്തെ എനിക്ക് നീ പരിഹരിച്ചു തരണമേ, എനിക്കതിനെ നീ പരിഹരിച്ചു തരണമേ. പിന്നെ പ്രാർത്ഥിച്ചത് വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അദ്ദേഹത്തെക്കാൾ ഖൈറുള്ള ഒരാളെ എനിക്ക് പിൻഗാമിയായിട്ട്,
എനിക്ക് സഹായിയായിട്ട് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അവരുടെ യുദ്ധാകാലമൊക്കെ കഴിഞ്ഞ് യുദ്ധയുടെ പീരീഡ് അവസാനിച്ച് അത് കഴിഞ്ഞ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹം അന്വേഷിച്ചു വന്നു. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അവർ നിരസിച്ചു. കാരണം അബൂസലമയുമായിട്ട് അത്രയും ബന്ധമായിരുന്നു. അപ്പൊ അതിന് പകരം വരുന്ന ഒരാള് യഥാർത്ഥത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെ വലിയ ഉന്നതനാണ്. എന്നിട്ടും അവരുടെ മനസ്സിൽ ആ സ്നേഹം തളം കെട്ടി നിന്നു. അവരത് ഒഴിവാക്കി, നിരസിച്ചു, വേണ്ടെന്ന് പറഞ്ഞു. ഉടനെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹം അന്വേഷിച്ചു വന്നു. അതും നിരസിച്ചു. അപ്പൊ ഭർത്താവിനെ താരതമ്യപ്പെടുത്തി ഇവർ മോശക്കാരായതുകൊണ്ടല്ല, പക്ഷെ ഇവരുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ വിവാഹം അന്വേഷിച്ച് വന്ന സമയത്ത് അവരുടെ മനസ്സതിലേക്ക് പാകപ്പെടുകയും അവർ പറഞ്ഞല്ലോ, ഈ അബൂസലമയേക്കാൾ നല്ലൊരാളെ എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞ് അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച് അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരിൽ ഒരാളായിട്ട് പിന്നീട് മാറുകയും ആ മക്കളെയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിച്ചു എന്നതൊക്കെ ചരിത്രമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ പ്രാർത്ഥനക്ക് അപ്പപ്പോ ഉത്തരം കിട്ടിയതാണ്. ഇനി നമ്മൾ ആലോചിക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് ഇന്ന റബ്ബക ഹയ്യുൻ കരീം, തീർച്ചയായും നിന്റെ സ്രഷ്ടാവ് എന്നൊന്നും ജീവിക്കുന്നവനാണ്, അവൻ കരീമാണ്. എന്നിട്ട് ഫയസ്തഹി മിനൽ അബ്ദി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദുഹുമാ സിഫ്റൻ. ഒരടിമ തന്റെ സ്രഷ്ടാവിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കൈ ഉയർത്തിയാൽ ആ കൈകൾ വെറുതെ മടക്കി വിടുന്ന വിഷയത്തിൽ അള്ളാഹു ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വേറൊരു ഭാഗത്ത് പറഞ്ഞത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദആനി ഫല്യസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷദൂൻ. പ്രവാചകരെ, നിന്നോട് എന്നെപ്പറ്റി എന്റെ ദാസന്മാർ ചോദിച്ചാൽ, എന്നെപ്പറ്റി നിന്റെ അടിയാറുകൾ ചോദിക്കുകയാണെങ്കിൽ അവരോട് പറയേണ്ടത് ഫഇന്നി ഖരീബുൻ, ഞാൻ ഏറ്റവും അവരോട് അടുത്ത് നിൽക്കുന്നവനാണ്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദആനി, എന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് അവർക്ക് ഞാൻ ഉത്തരം നൽകും. അതുകൊണ്ട് അവർ എന്നോടാണ് പ്രാർത്ഥിക്കേണ്ടത്. വല്യസ്തജീബൂലി, അവരെനിക്ക് ഉത്തരം നൽകുകയും ചെയ്യട്ടെ. വല്യുമിനൂ ബി, അവരെന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. ലഅല്ലഹും യർഷദൂൻ, അവർ സന്മാർഗികളായി മാറാൻ അതുകൊണ്ട് കഴിയുമെന്ന് ഈ ആയത്ത് നമ്മളെ തെര്യപ്പെടുത്തുകയാണ്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയുടെ 3 വശങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു. പ്രാർത്ഥനക്ക് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കും. രണ്ടാമത്തേത്, നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ഇപ്പൊ പല ആളുകളുടെയും പരാതി എന്താണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിക്കുന്നു പക്ഷെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല എന്ന പരിഭവം പല ആളുകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പ്രാർത്ഥനയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചത് 3 വശങ്ങളുണ്ട് അതിന്. ഒന്നുകിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം ഉടനെ കിട്ടും, ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ പല പരീക്ഷണങ്ങളും അള്ളാഹു അതുവഴി നീക്കും. നമുക്ക് വലിയ അപകടങ്ങളില്ലാതെ, മാരകമായ അസുഖങ്ങളില്ലാതെ, നമുക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ, സാമ്പത്തിക പ്രയാസങ്ങളില്ലാതെ നമുക്ക് അവിടെയൊക്കെ നമുക്കൊരു സംരക്ഷണം കിട്ടുന്നത് നമ്മൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടായിരിക്കും. വലിയൊരു അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടിയത് നമ്മൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിരിക്കും. ചിലപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നല്ല മക്കളെ ചോദിച്ചാൽ അത് കിട്ടുന്നു, സമ്പത്ത് ചോദിച്ചാൽ, ജോലി ചോദിച്ചാൽ അതൊക്കെ കിട്ടുന്നു. ചില ആളുകൾക്ക് അത് കിട്ടാതെ പോകുന്നു. അപ്പൊ കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു മറ്റുള്ള പരീക്ഷണങ്ങൾ, മാരകമായ രോഗങ്ങളെ പോലെ, അപകടങ്ങളെ പോലെ, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ അവർക്ക് അള്ളാഹു സംരക്ഷണം കൊടുക്കും. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3-ാമത്തേത് പറഞ്ഞത്, ഒന്നുകിൽ ഉത്തരം കിട്ടും, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് നമ്മുടെ പല അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവിന്റെ രക്ഷ കിട്ടും. ഇനി ഇത് രണ്ടും ഇല്ല എന്ന് വിചാരിക്കാം. 3-ാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാളെ പരലോകത്ത് വലിയ ഒരു നിധിയായിട്ട്, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ മല പോലെ നിധിയായി, കൂമ്പാരമായിട്ട് അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. ഇനി നമ്മൾ ഇതിന്റെ ഒരു മറുവശം നോക്കേണ്ട എന്താണ്? ചിലപ്പോൾ ചില ആളുകൾ അവർ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് അവർക്ക് ഉത്തരം കൊടുക്കാത്തത്? അപ്പൊ ചില ആളുകൾക്ക് അള്ളാഹു ചോദിക്കുന്നത് അപ്പ കൊടുത്താൽ അതുകൊണ്ട് വലിയ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകൾ അതുവഴി വഴി തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അള്ളാഹു കൊടുക്കാതിരിക്കുകയും ചെയ്യും. ഇപ്പൊ ഒരാൾ സാമ്പത്തികമായിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിക്കുക, അപ്പൊ ആ സാമ്പത്തികമായി കൊടുത്താൽ അയാൾ ചിലപ്പോൾ അതുകൊണ്ട് ഹറാമായ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യുമെന്നുള്ളത് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അത് അറിയുന്ന അള്ളാഹു അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് കൊടുക്കാതിരിക്കുന്നു. അപ്പൊ ഇതാണ് പ്രാർത്ഥനയുടെ 3 കാര്യങ്ങൾ.
ഇനി നമ്മൾ ചിന്തിക്കുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലാ യറുദ്ദുൽ ഖലാഅ ഇല്ല ദുആ. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ വിധികളെ വരെ മാറ്റിമറിക്കാൻ കഴിയും. അള്ളാഹു തീരുമാനിച്ചൊരു വിധിയെ പോലും ഈ പ്രാർത്ഥന വഴി മാറ്റിമറിക്കാൻ സാധിക്കുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്യമാണ്. പ്രവാചകന്മാരെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന നമ്മൾ പരിശോധിച്ച് നോക്കൂ. 80 വയസ്സായി, 80 വയസ്സ് പിന്നിട്ടു, ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കുഞ്ഞുണ്ടായിട്ടില്ല. ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിരാശനായില്ല. ഒരിക്കലും അദ്ദേഹത്തിന് നിരാശ ഉണ്ടായില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തത് എന്താണ്? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. പടച്ചവനെ, എൻ്റെ വാർദ്ധക്യം, എൻ്റെ തൊലികളും എൻ്റെ ശരീരമൊക്കെ ചുക്കിച്ചുളുങ്ങി, എൻ്റെ മുടിയൊക്കെ വെളുത്തുപോയി, പക്ഷെ എനിക്ക് പ്രശ്നമല്ല. നിന്നിൽ നിന്ന് എൻ്റെ പ്രതീക്ഷ കൈവിട്ടു പോയിട്ടില്ല. ഇപ്പോഴും എനിക്ക് നിന്നിൽ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, നല്ല ഒരു കുഞ്ഞിനെ, സ്വാലിഹായ ഒരു കുഞ്ഞിനെ എനിക്ക് നൽകണമേ. നമുക്കറിയാമല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന ഫലിച്ചു. അവിടെയാണ് ഏതാണ്ട് മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞതുപോലെ 88 വയസ്സ് പ്രായമാകുമ്പോൾ ഇസ്മായിൽ എന്ന കുഞ്ഞ് ജനിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇസ്ഹാഖ് എന്ന കുഞ്ഞ് അടുത്ത ഭാര്യയിൽ ഉണ്ടാവുന്നതൊക്കെ ചരിത്രത്തിൽ. അതാണ് പ്രാർത്ഥന. ചരിത്രത്തിൽ സംഭവിക്കില്ലെന്ന് പലരും പറഞ്ഞ സംഗതികൾ സംഭവിച്ച ചരിത്രം കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയും. പ്രാർത്ഥന എല്ലായിടത്തും ഉണ്ട്, എല്ലാ കാലത്തും. ഇപ്പൊ മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് പ്രാർത്ഥനക്ക്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കൾ നടത്തിയ പ്രാർത്ഥന, അവർ ബലി സമർപ്പിച്ചിട്ട് അതിനുവേണ്ടി നടത്തിയ പ്രാർത്ഥന ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാലങ്ങളിലൂടെ പൗരാണിക കാലത്തൊക്കെ കാടുകളിൽ, വനാന്തരങ്ങളിൽ, ഗുഹക്കുള്ളിൽ അവിടെ ഉണ്ടായിരുന്ന കായ്കനികളും വേരുകളും ഇലകളും ഒക്കെ കഴിച്ച് ജീവിച്ചിരുന്ന ആളുകൾക്കിടയിലും പ്രാർത്ഥനയുണ്ടായിരുന്നു. എല്ലാവർക്കിടയിലും ഈ പ്രാർത്ഥനയുണ്ടായിരുന്നു. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രായാധിക്യത്തിൽ തനിക്കൊരു അനന്തരാവകാശിയെ കിട്ടാൻ വേണ്ടി, ഒരു മകനെ കിട്ടാൻ വേണ്ടി, ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. റബ്ബില തദർനി ഫർദ, പടച്ചവനെ, എന്നെ നീ ഒറ്റക്കാക്കരുത്. ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എനിക്കൊരു പിൻഗാമിയെ തരണം. റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, നിന്റെ അടുത്തുനിന്ന് നല്ല ഒരു സന്താനത്തെ, ത്വയ്യിബായ ഒരു സന്താനത്തെ നൽകണം. ഖുർആൻ പറഞ്ഞില്ലേ, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹു യഹിയ എന്ന് പറയുന്ന കുഞ്ഞിനെ കൊടുത്തു. യഹിയ നബിയായി അലൈഹിസ്സലാം. ഇങ്ങനെയാണ് ചരിത്രത്തിലൊക്കെ പ്രാർത്ഥനയുടെ ഫലം നമുക്ക് കാണാൻ കഴിയും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ ചുറ്റിൽ അടുത്ത് നമസ്കരിക്കുന്ന സമയത്ത് പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഈ ജീവൻ നഷ്ടപ്പെട്ടു പോയ വളരെ മലിനമായിട്ടുള്ള ഈ ഒട്ടകത്തിന്റെയൊക്കെ കുടൽമാലകൾ കഴുത്തിൽ ചാർത്തുമായിരുന്നു. ഈ ചാർത്തുന്ന കൂട്ടത്തിൽ അവിടുത്തെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ ആവർത്തി ഇടക്കിടക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് ഒരു സമയത്ത് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അലൈക ലി അബീ ജഹൽ വ ഉത്ബ വ ശൈബ വ വലീദ്. ഇവരൊക്കെ അബൂജഹലും ഉത്ബയും ഷൈബയും വലീദും ഒക്കെ ഇസ്ലാമിന്റെ ബദ്ധവൈരികളായിരുന്നു, കൊടിയ ശത്രുക്കളായിരുന്നു, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരായിരുന്നു. ഇവരുടെ പേരെടുത്ത് ഇവരുടെ ശത്രുത ഒരു പരിധിവരെ ക്ഷമിച്ച്, റസൂലുള്ളാഹി ക്ഷമയുടെ അങ്ങേ അറ്റമാണ്. അത്രത്തോളം വേറെ ക്ഷമിക്കുന്ന ഒരാളെ കാണാൻ കഴിയില്ല. അങ്ങനെ ക്ഷമിച്ച് അവസാനം ക്ഷമ കെട്ടപ്പോ പ്രാർത്ഥിച്ചു പോയി ചരിത്രത്തിൽ കാണാൻ കഴിയും. ബദറിന്റെ രണാങ്കണത്തിൽ ഈ പറഞ്ഞ ഉത്ബയും ഷൈബയും വലീദും അബൂജാഹിലും ഒക്കെ കൊല്ലപ്പെട്ടു. അവരൊക്കെ ഞെട്ടറ്റ് വീണു. ഇവിടെയാണ് പ്രാർത്ഥനയുടെ ഉത്തരം. ബദറിന്റെ രണാങ്കണത്തിൽ, ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. കണ്ണുകൾ നിറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചു. 313 ആളുകൾ, 1000-ഓളം വരുന്ന ആളുകളെ മലർത്തിയടിച്ചത് ബദറിന്റെ രണാങ്കണത്തിൽ. ആ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ദൗസ് ഗോത്രം പ്രവാചകനെയും മുസ്ലിങ്ങളെയും വല്ലാതെ പ്രയാസപ്പെടുത്തി. വിശ്വാസികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വല്ലാതെ ഉപദ്രവിച്ചു. ഈ സമയത്ത് സഹാബത്ത് പറഞ്ഞു, നബിയെ, ദൗസ് ഗോത്രത്തിനെതിരിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി എന്താ പ്രാർത്ഥിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു മെഹ്ദി ദൗസൻ, പടച്ചവനെ, ദൗസ് ഗോത്രത്തിന് സന്മാർഗം കാണിച്ചു കൊടുക്കണമേ. അവർ ഒന്നടങ്കം അധികം താമസിക്കാതെ ഇസ്ലാമിന്റെ സന്നിധാനത്തിലേക്ക്, സമക്ഷത്തിലേക്ക് കടന്നു വന്നു. ത്വായിഫുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെടുത്തെറിഞ്ഞ് ആട്ടി ഓടിക്കുന്ന സമയത്ത്, കാല് ഏറുകൊണ്ട് പൊട്ടി രക്തം വന്ന സമയത്ത്, അവിടെ വിശ്രമിക്കുമ്പോ, അദ്ദാസിന്റെ തോട്ടത്തിൽ വിശ്രമിക്കുമ്പോ അവിടെ മലക്ക് വന്നിട്ട് പറഞ്ഞു, ഈ പർവ്വതം അവർക്ക് നേരെ മറച്ചിട്ട് അവരെ നശിപ്പിക്കാനുള്ള ആജ്ഞയുമായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങളൊന്ന് എസ് പറഞ്ഞാൽ മതി, നബിയെ നിങ്ങളൊന്ന് അതേ എന്ന് പറഞ്ഞാൽ മതി.
എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അവരെ വിവരമില്ലാത്തവരാണ്. അള്ളാഹു അവർക്ക് വിവരം നൽകട്ടെ, അവർക്ക് മാർഗദർശനം തുറന്നു കൊടുക്കട്ടെ. അധികം താമസിയാതെ ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പത്തേന് ഈ നബിയെ ആട്ടിയോടിച്ച് ഉപദ്രവിച്ച ത്വായിഫിലെ സഖീഫ് ഗോത്രം എന്ന് പറഞ്ഞാൽ ഖുറൈശികൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശക്തരായി നിലനിന്നിരുന്നത് അവിടെ അറേബ്യയിൽ അത് സഖീഫ് ഗോത്രമായിരുന്നു. ഈ സഖീഫ് ഗോത്രക്കാര് ഇസ്ലാമിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രാർത്ഥനയ്ക്ക് ചരിത്രങ്ങളിലൂടെയൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ ഉത്തരം കിട്ടിയ ചരിത്രമുണ്ട്, ഉത്തരം കിട്ടിയ പാരമ്പര്യമുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം പ്രാർത്ഥന നിലനിർത്തുന്നു എന്നതിനെ കുറിച്ചുള്ള ചോദ്യമാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, നിരന്തരം പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഏതേത് സമയമുണ്ടോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. യാത്രക്കാരുടെ പ്രാർത്ഥന ഏറ്റവും ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നോമ്പുകാരന്റെ പ്രാർത്ഥന. ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിലും സന്ദർഭങ്ങളിലും രാത്രിയുടെ അന്ത്യയാമങ്ങളിലൊക്കെ എല്ലാവരും നിദ്രയിലാണ്ട് കിടന്നുറങ്ങുന്ന സമയത്ത് എണീറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമാ ദുനിയയിലേക്ക് അള്ളാഹ് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്കൊന്ന് എണീറ്റ് ഒന്നുവെടുത്ത് അല്പം നമസ്കരിച്ച്, ഒന്ന് തഹജ്ജുദ് ഖിയാമുൽ ലൈൽ നമസ്കരിച്ച് കൈകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുണ്ട്. അപ്പൊ പ്രാർത്ഥന പരമാവധി നമ്മൾ പതിവാക്കണം. എല്ലാ സമയങ്ങളിലും നമുക്ക് കിട്ടിയ ആയുസ് എപ്പോഴാണ് അവസാനിക്കുക എന്നറിയില്ല. ആ കിട്ടിയത് അവസാനിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കണം. ഒറ്റ പോയിന്റ് കൂടി ചേർത്ത് പറയുകയാണ്. ഒരു ചരിത്രത്തിൽ ഒരു സംഭവം കാണാൻ കഴിയും. മറ ഇബ്രാഹിം ഇബ്നു അദ്ഹം അസ്സാഹിദുൽ മഅറൂഫ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്ന സ്വാത്വികനായിട്ടുള്ള പണ്ഡിതൻ, അദ്ദേഹം ഒരു ദിവസം ബസറ അങ്ങാടിയിലേക്ക് വന്നു. അദ്ദേഹം സൂഖുൽ ബസറയിലെ അങ്ങാടിയിലേക്ക് അദ്ദേഹം വന്നു. ഈ സമയത്ത് ഫജ്തമ അലൈഹി നാസ്, ജനങ്ങൾ മുഴുവൻ ഈ സ്വാത്വികനും പണ്ഡിതനുമായ ഈ ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ കണ്ട സമയത്ത് എല്ലാവരും അദ്ദേഹത്തിന്റെ ചുറ്റിലും കൂടി. അദ്ദേഹത്തിന്റെ ചുറ്റും കൂടിയിട്ട് അവർ പറയുകയാണ്, യാ അബാ ഇസ്ഹാഖ് മാ ലനാ നദഉ ഫലാ യുസ്തജാബ ലനാ. ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. പലതും ഞങ്ങൾ ചോദിക്കുന്നു, പക്ഷെ ഒന്നിനും ഉത്തരം കിട്ടുന്നില്ല. എന്താണ് ഒരു പരിഹാരം എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ് അവർക്ക് പറഞ്ഞു കൊടുത്തത്, ഖാല ലിഅന്ന ഖുലൂബകും മാതത് ബിഅശറതി അഷ്യാഇൻ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് 10 കാര്യങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് 10 കാര്യങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. അതിനെ നിങ്ങൾ പുനർജീവിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. എന്നിട്ട് പറഞ്ഞു, ഒന്നാമത്തേത് അറഫ്തുമുല്ലാഹു ഫലം തുഅദ്ദു ഹഖഹു. നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹ് ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കി. പക്ഷേ ആ അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യതകളിൽ നിങ്ങൾ വീഴ്ച വരുത്തുന്നു. അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യതകൾ നിങ്ങൾ നിർവഹിക്കാതെ പോകുന്നു. രണ്ടാമത്തേത് വഅദിയതുഹും അന്നകും തുഹിബ്ബൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതറക്തും സുന്നത്തുഹു. നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാണ്, ഞങ്ങൾ ആ നബിയെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ നിങ്ങൾ വാദിക്കുന്നു, നിങ്ങൾ പ്രഖ്യാപിക്കുന്നു. പക്ഷേ അതിനനുസരിച്ചുള്ള സുന്നത്തുകളും കാര്യങ്ങളും ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല. അതൊക്കെ നിങ്ങൾ ഉപേക്ഷ വരുത്തുന്നു, അതിൽ നിങ്ങൾ വീഴ്ച വരുത്തുന്നു. നബിയെ സ്നേഹിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് സ്നേഹിക്കേണ്ട വിഷയങ്ങളിൽ ഒന്നും നിങ്ങളെ കാണുന്നില്ല. ഇതാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് മരിച്ച രണ്ടാമത്തെ കാര്യമെന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം അവരോട് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. മൂന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് വഖറഅതുമുൽ ഖുർആന ഫലം തഅലമു ബിഹി. നിങ്ങൾ ഖുർആൻ അങ്ങനെ ഓതുന്നുണ്ട്, ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷെ അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ആ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിതത്തെ പ്രാവർത്തികമാക്കി കൊണ്ടുവരുന്നിടത്ത് നിങ്ങൾ പരാജയപ്പെട്ടു. നാലാമത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മരിച്ചുപോയത് വഅകൽതും നിഅമത്തല്ലാഹ് വലം തുഅദ്ദു വശുക്റുഹാ. നിങ്ങൾ അള്ളാഹുവിന്റെ നിഅമത്തൊക്കെ ആവോളം ആസ്വദിക്കുന്നു, അതൊക്കെ നിങ്ങൾ ഭക്ഷിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നു, പക്ഷെ അതിന് പകരമായിട്ട് നിങ്ങൾ ശുക്ർ കാണിക്കുന്നില്ല. അഞ്ചാമത്തേത് വഖുൽതും ഇന്ന ശൈത്താന അദുവ്വുക്കും വവാഫഖ്തുമു. നിങ്ങൾ ശൈത്താൻ അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, നിങ്ങൾ അത് മനസ്സിലാക്കി. പക്ഷെ നിങ്ങൾ പലപ്പോഴും ആ ശൈത്താന്റെ കൂട്ടുകാരനായി മാറാനാണ് ശ്രമിക്കുന്നത്. ആ അള്ളാഹുവിന്റെ ശത്രുവായ ശൈത്താനിൽ നിന്ന്, ഇബ്ലീസിൽ നിന്ന് നിങ്ങൾ അകന്നു മാറാൻ പരിശ്രമിക്കുന്നില്ലെന്ന് അഞ്ചാമത്തെ കാര്യമായിട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം അവരോട് പറഞ്ഞു. ആറാമത്തെ കാര്യം പറഞ്ഞത് വഖുൽതും ഇന്നന്നാര ഹഖ്കുൻ വലാ തഹ്റബൂ മിൻഹാ. നരകം സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്, നിങ്ങളത് പറയുകയും ചെയ്യുന്നു, പക്ഷെ അതിൽ നിന്ന്
അകലാനും രക്ഷ പ്രാപിക്കുവാനും വേണ്ട പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല. ഇതാണ് ആറാമത്തേത്. ഏഴാമത്തേത് അദ്ദേഹം പറഞ്ഞത് വഖുൽതും ഇന്നൽ ജന്നത ഹഖ്കുൻ വലം തസ്തഇദ്ദൂ ലഹു. നിങ്ങൾക്ക് സ്വർഗം നിങ്ങൾ ഹക്കാണെന്ന്, സത്യമാണെന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നില്ല, അതിനുവേണ്ടി നിങ്ങൾ വേണ്ടത്ര പ്രവർത്തിക്കുന്നില്ല എന്ന് അവരോട് എട്ടാമത്തെ കാര്യമായിട്ട് അവിടുന്ന് പറഞ്ഞു. ഒമ്പതാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് തീർച്ചയായും വഖുൽതും ഇന്നൽ മൗത ഹഖ്കുൻ, മരണം സത്യമാണെന്ന് നിങ്ങൾ പറയുന്നു, മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയുന്നു, പക്ഷെ ആ യാഥാർത്ഥ്യമാകുന്ന മരണത്തിന് വേണ്ടി നിങ്ങൾ വേണ്ട രൂപത്തിൽ ഒരുങ്ങുകയോ അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ പാതയങ്ങൾ ഒരുക്കുകയോ ചെയ്യുന്നില്ല. പത്താമത്തെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മരിച്ചുപോയ കാര്യമായിട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ് പറഞ്ഞത് ബദഫൻതും മൗതാകും വലൻ തഅതബിറൂ ബിഹിം. നിങ്ങൾ ധാരാളം ആളുകളെ കബറടക്കുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും മിക്ക ദിവസങ്ങളിലും മരിച്ച ആളുകളുടെ വാർത്ത നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ വായിക്കുന്നു, പലരെയും നിങ്ങൾ കബറടക്കാൻ വേണ്ടി കൂടെ പോകുന്നു. പക്ഷെ അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു ദിനം എന്നിലേക്ക് കടന്നു വരും എന്നതിനെക്കുറിച്ചുള്ള ബോധവും വേണ്ടത്ര ചിന്തയും ഭയപ്പാടുമൊന്നും നിങ്ങൾക്ക് ഇല്ലാതെ പോകുന്നു എന്നും അവിടുന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ് തൻ്റെ ചുറ്റിലും കൂടിയ ബസറ സൂക്കിൽ, മാർക്കറ്റിൽ, അങ്ങാടിയിൽ തൻ്റെ ചുറ്റിലും കൂടിയ ആളുകളോട് അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന പരിഭവം പറഞ്ഞപ്പോൾ അതിന് പരിഹാരമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തത് ഈ 10 കാര്യങ്ങളാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അത് മരിച്ചു പോയത് കൊണ്ട് അതിനെ നിങ്ങൾ പുനർജീവിപ്പിക്കണം, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിങ്ങളത് കൊണ്ടുവരണമെന്നാണ് അവിടുന്ന് അദ്ദേഹം അവരോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വജ്രായുധമാണ്, മൂർച്ചയുള്ള ആയുധമാണ്. എത്ര വലിയ ആയുധങ്ങളും സംവിധാനങ്ങളും ഒക്കെ ലോകത്തുണ്ടെങ്കിലും എല്ലാ മിസൈലുകളും ബോംബുകളും അതിനെയൊക്കെ മറിച്ചിടാൻ, അതിനെയൊക്കെ പ്രതിരോധിക്കാൻ, ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്ന് പ്രാർത്ഥന മാത്രമാണ്. പ്രവാചകന്മാരും മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള മഹാരഥന്മാരും ഒക്കെ അവരുടെ ജീവിതത്തിൽ വിജയിച്ചത് പ്രാർത്ഥന കൊണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സന്ദർഭങ്ങളെയൊക്കെ പ്രാർത്ഥനയിലൂടെ ധന്യമാക്കാൻ നമ്മൾ പ്രയത്നിക്കുകയും ആ രൂപത്തിൽ എല്ലാ സമയത്തും എവിടെയൊക്കെ സന്ദർഭങ്ങളും അവസരങ്ങളും അല്ലാഹു നമുക്ക് നൽകിയോ അവിടെയൊക്കെ പ്രാർത്ഥന എന്നത് വലിയൊരു ആയുധമായി മുറുകെ പിടിച്ച് നമ്മുടെ സ്രഷ്ടാവിനോട് വിനയാന്യതരായി പ്രാർത്ഥിക്കുവാനുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമ്മൾ പരിശ്രമിക്കുക, പ്രയത്നിക്കുക. അല്ലാഹു അത്തരം ഭാഗ്യശാലികളിൽ, മുത്തക്കികളിൽ, വിശിഷ്യ മുവഹിദുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുന്ന ധാരാളക്കണക്കിന് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിൽക്കുന്നവർ, ധാരാളക്കണക്കിന് ആളുകൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ റഹം മൗതാനാ വമൗതൽ മുസ്ലിമീൻ. റബ്ബന അതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.